വിശുദ്ധ ഔസേപ്പിതാവിന്റെ പ്രതിഷ്ഠ 4-ാം ദിവസം. 1-ാം വ്യാകുലം. മറിയത്തെ വേർപിരിയാനുള്ള തീരുമാനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മത്തായി 1:19. ധ്യാനം. സ്നേഹം മുറിപ്പെടുത്തും. ആത്മാർത്ഥമായ സ്നേഹം ആഴത്തിൽ മുറിപ്പെടുത്തും. നിങ്ങൾ ഒരാളെ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നുവോ അതിന്റെ പല മടങ്ങ് ആഴമുണ്ടാകും അകൽച്ചയുടെ മുറിപ്പാടുകൾക്ക്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ജോസഫ് മറിയവുമായി വേർപിരിയാൻ തീരുമാനിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ നമ്മെ അത് വേദനിപ്പിക്കും. കാരണം മനുഷ്യരാശിയിൽ ഇത്രയും പവിത്രമായി സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളില്ല. തറയറ്റ സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും അവർക്കിടയിൽ അകലങ്ങൾ ഇല്ലാതാക്കി. ഇതിനിടയിലാണ് ജോസഫിന്റെ ആദ്യ പരീക്ഷ. ആ നീതിമാന്റെ മനോവ്യഥ അറിയാൻ ആഴത്തിൽ ധ്യാനിക്കണമിത്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരസ്പരം സഹവസിക്കും മുമ്പേ മറിയം ഗർഭിണിയായി കാണപ്പെടുന്നു. ഇവിടെ മറിയത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ജോസഫിന് തീർത്തും സംശയമില്ല. കാരണം അവൾ മഞ്ഞിനേക്കാൾ നൈർമല്യമുള്ളവളാണ്. അതേസമയം ഇന്നവൾ ഗർഭിണിയുമാണ്. ഒരു വശത്ത് അവളുടെ പരിശുദ്ധി, മറുവശത്ത് തന്റെ കണ്ണുകളെ പൂർണ്ണമായും അവിശ്വസിക്കാനും വയ്യ. വിവാഹത്തിന്റെ അവസാന കർമ്മങ്ങൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ തിരുമുൻപിൽ യൗസേപ്പ് വാവിട്ട് കരഞ്ഞു. അത്യുന്നതനായ ദൈവമേ, ഈ പരീക്ഷയെ ഞാൻ എങ്ങനെ അതിജീവിക്കും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സങ്കടങ്ങളുടെ തിരമാലകൾ എന്നെ ചുറ്റിയെറിയുന്നു. അവളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ രഹസ്യം എനിക്ക് പറഞ്ഞു തരിക. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ മറിയത്തെ ചേർത്തു പിടിക്കും എന്നതല്ല എന്റെ വിഷമം. അവളിൽ നീ ചെയ്ത കാര്യങ്ങളെ എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ എന്നതാണ് എന്റെ വ്യഥ. അവളെ പിരിയുക എനിക്ക് മരണ കാരണമാണെന്ന് നീ അറിയുന്നില്ലേ? ഞാൻ എന്തു ചെയ്യും? വിശുദ്ധ യൗസേപ്പിന്റെ കരച്ചിൽ കേൾക്കുക സഹിക്കവയ്യാതെ മാലാഖമാർ പോലും കാതുകൾ പൊത്തി. ഓരോ നിമിഷവും ഓരോ യുഗം പോലെയായിരുന്നു അവന്. ഇത്രയും പരിശുദ്ധയും സുഹൃത സമ്പന്നയുമായ ഒരുവളെ ജീവിത സഖിയായി ലഭിച്ചതുമൂലം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ സൃഷ്ടി താനാണെന്ന് അല്പം മുമ്പ് വരെ കരുതിയിരുന്ന ആളാണ് മാനസിക വേദനയാൽ പുളയുന്നത്. അവളെ കാണുമ്പോൾ ഹൃദയം പിച്ചി ചീന്തപ്പെടുന്നത് പോലെ. മറിയമാകട്ടെ ജോസഫ് കടന്നുപോകുന്ന വ്യഥയെ തന്റെ ആത്മദൃഷ്ടിയാൽ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും ഇവിടെ അവൾക്കൊന്നും ചെയ്യാൻ ആകുമായിരുന്നില്ല. കാര്യം തിരക്കാൻ പലവട്ടം ജോസഫ് ആലോചിച്ചു, പക്ഷേ കഴിയുന്നില്ല. ദിവ്യരഹസ്യങ്ങളുടെ മറ അകറ്റേണ്ടത് മനുഷ്യനല്ലല്ലോ, ദൈവമല്ലേ? മറിയത്തിന്റെ സ്നേഹം ചോദ്യം ചെയ്യാതെ വിശുദ്ധ യൗസേപ്പ് ദിവസങ്ങൾ തള്ളി നീക്കി. വിശുദ്ധ യൗസേപ്പ് ചിന്തിച്ചു, ഒരാത്മാവിനെ നീ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയേറെ വേദനയിലൂടെ കടത്തിവിട്ടേക്കുമോ? ദിവ്യദർശനങ്ങളോ മാലാഖമാരുടെ ഗീതങ്ങളോ ഒന്നുമില്ല ഈ ദിവസങ്ങളിൽ. എന്തായാലും മറിയത്തെ രഹസ്യമായി വേർപിരിയാം. കാരണം പൊതുജനമധ്യത്തിൽ അവൾ കല്ലെറിയപ്പെടരുത്. മാത്രവുമല്ല, ഈ ദിവ്യരഹസ്യത്തെ സ്വീകരിക്കാൻ താൻ എന്തായാലും യോഗ്യനല്ല. ദൈവകരുണയ്ക്കായി മാറി നിൽക്കുക. അസ്വസ്ഥമായ മനസ്സോടെ പാതിമയക്കത്തിൽ ഈ വിശുദ്ധ ആത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൈവിടരുതേ, നിന്നെ മാനിക്കാനും സേവിക്കാനും എന്നെ ഉപയോഗിക്കണമേ. എന്റെ മറിയത്തെ നീ തന്നതാണ്, അവളെ നിനക്ക് തന്നെ മടക്കിത്തരുന്നു. നിന്റെ ഹിതം നിറവേറട്ടെ. അപ്പോഴാണ് കർത്താവിന്റെ ദൂതൻ വെളിപാടുമായി എത്തിയത്. ജോസഫ്, നീ അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫിന്റെ ആദ്യ വ്യാകുലം ഇവിടെ ആനന്ദത്തിന് വഴിമാറി. പ്രാർത്ഥന. ഓ വിശുദ്ധ ഔസേപ്പേ, നിന്റെ മനോവ്യഥയുടെ ചൂടിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ വികലതകളെല്ലാം അകറ്റേണമേ. പരിശുദ്ധമായ സ്നേഹബന്ധങ്ങൾ ഞങ്ങളിൽ രൂപപ്പെടട്ടെ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളേണമേ. ആമേൻ. ദൈവിക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യൗസേപ്പേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരേണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരേണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ.
ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.